നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഊരകം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തെ പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണം നടന്നു. പെരിഞ്ചേരി AUP സ്കൂളിലായിരുന്നു പരിപാടി. വല്ലച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ചിലവഴിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഊരകം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തെ പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. തൃശൂർ താലൂക്കിന് കീഴിലുള്ള ചേർപ്പ് ഊരകം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി നിർമ്മിക്കുന്നത്. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷന് സമീപം നടന്ന ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി 37 വില്ലേജുകളെ സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നതിന്റെ ഔപചാരികമായിട്ടുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിന്റെ റവന്യൂ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4 വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെന്റും അതിനു മുമ്പത്തെ 5 വർഷക്കാലം ഭരിച്ചിരുന്ന ഗവൺമെന്റും എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്ന് നാം തിരിച്ചറിയുന്നത്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലം 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത, താൻ ജീവിക്കുന്ന ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയോ അവിടെ ഒരു മാടം കെട്ടാൻ മലയാളിക്ക് അവകാശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്ന കേരളത്തിന്റെ ഒരു ഇരുണ്ട ഭൂതകാലം നമ്മുടെ മുമ്പിൽ ഭീതിയോടെ നിൽക്കുന്നത്. കേരളത്തിൽ 1957 ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ശ്രദ്ധ ലോകത്തിന്റെ മുമ്പിൽ ഒരു കേരള മോഡൽ സൃഷ്ടിക്കാൻ ഇടവരും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതത്തിന്റെ ഒരു ഭാഗമാണ്. വിഹിതം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് മടക്കി അടയ്ക്കേണ്ട സംഖ്യയാണ്. ലോൺ മുഖേനയാണ് നമുക്ക് ഈ പറഞ്ഞ സംഖ്യ അവണിശ്ശേരി പഞ്ചായത്തുമായി അവണിശ്ശേരി ഗ്രാമ വില്ലേജിൽ നമുക്ക് ഉദ്ഘാടനമായി ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം എന്ത് ധാരണ മനസ്സിലുണ്ടായിരുന്നത് ഇത് ഇവിടെ സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതമാണെന്ന് മനസ്സിലാക്കി. പക്ഷേ എനിക്കൊരു സംശയം കടക്കേണ്ടായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുന്ന ഈ വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ ആണോ കേന്ദ്ര സർക്കാരിൻ്റെ ആണോ എന്നുള്ളൊരു ചില ചർച്ചകൾ പല രീതിയിലും സംശയപ്പെടുന്ന രീതിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് തന്നെ കാലത്ത് നമ്മുടെ പ്രിയങ്കരനായ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടൊരു സംസാരം നമ്മുടെ മൊബൈൽ നടത്തണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ ദുരിതാശ്വാസ സഹായം തരുന്നത് പോലെ എല്ലാ വർഷങ്ങളിലും നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിഹിതത്തിന്റെ ഭാഗമാണ് ഇതിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ഹരിദാസ്, TN ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, ഡെപ്യൂട്ടി കളക്ടർ AT മുരളി, തഹസിൽദാർ T ജയശ്രീ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണം നടന്നു. പെരിഞ്ചേരി AUP സ്കൂളിലായിരുന്നു പരിപാടി.
ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്വിസ് മത്സരം, വരയ്ക്കലും നിറം കൊടുക്കലും, ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് നടത്തിയത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് രാവിലെ 10 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സ്വാഗത പറച്ചിലിൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ആയുർവേദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഡോക്ടർ അത് വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളെ എല്ലാവരും രാവിലെ തൊട്ട് ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മത്സരങ്ങൾ നടന്നു. എല്ലാ കുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുത്തെങ്കിൽ 1-2 പേർക്കാണ് നമുക്ക് മുൻപിലെത്താൻ പറ്റുക. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഭാവി, നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഇതിലും പഠിപ്പിലായാലും അതോടൊപ്പം കലാകായിക മത്സരങ്ങളായാലും ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ എല്ലാവരും പങ്കെടുക്കാൻ നല്ല രീതിയിൽ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. ഇതിന് മറ്റൊരു പ്രത്യേകത, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഡോക്ടർ രാവിലെ വിശദമായ രീതിയിൽ ആയുർവേദ ശാസ്ത്രത്തെക്കുറിച്ചും ആയുർവേദത്തിൽ ഇക്കാലഘട്ടത്തിലെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിച്ചു. ഡോക്ടർ നേരത്തെ ഒരു വാക്ക് മനസ്സിനെ സ്പർശിച്ചുകൊണ്ട് ഒരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ടായി. അതായത് ഈ പ്രകൃതിയും മണ്ണും ജലവും നമ്മുടെ ജീവനമാക്കിയായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. നമുക്ക് അമ്മയും കുഞ്ഞും നമ്മളോട് ഒരു പൊക്കിൾക്കുടി ബന്ധം പോലെ പ്രകൃതിയും നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള പൊക്കിൾക്കുടി ബന്ധത്തിൻ്റെ ഒരു ശാസ്ത്രം കൂടിയിട്ടാണ് ആയുർവേദ ശാസ്ത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ലോകം മുഴുവൻ ആയുർവേദ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് മറ്റ് വിഭാഗത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആയുർവേദ ശാസ്ത്രം നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് വ്യാപിച്ച് ഏഷ്യ ഭൂഖണ്ഡത്തേക്ക് അതിനേക്കാൾ അപ്പുറത്തായിട്ട് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വ്യാപിച്ചു കൊടുക്കുന്ന ഒരു ശാസ്ത്രമായി ആയുർവേദം മാറുമ്പോൾ ആ ആയുർവേദത്തിന്റെ പ്രസക്തി നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരെയുള്ള ആളുകളിലേക്ക് ആശങ്കകളുണ്ടെങ്കിൽ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാവുന്ന ഒരു ശാസ്ത്രമായിട്ട് ആയുർവേദം മാറിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുനന്ദ, 3-ാം വാർഡ് മെമ്പർ പ്രദീപ്, സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ജീവനക്കാരായ ഫാർമസിസ്റ്റ് മേഘ, പാലിയേറ്റീവ് നഴ്സ് മിനി, അറ്റൻഡർ സനൽ, യോഗ പരിശീലകൻ VM വിക്രമൻ, ഹൗസ് സർജൻ ഡോക്ടർ ആദിത്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വല്ലച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ചിലവഴിക്കുന്നത്. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കഴിയാവുന്ന രീതിയിൽ സഹകരിച്ചു പോകണം. ഇവിടെ പ്രസിഡന്റ് ഇതിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ചില ഭരണക്കെടുകാരി അസ്ഥത അതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു പോയില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി അല്ലെ കഴിഞ്ഞു പോയത് നമുക്കൊരു അനുഭവമായി എടുത്ത് ഒരു നിലയിലും നമ്മൾ പിറകോട്ട് പോകാത്ത നിലയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായും അതിന് മുതൽക്കൂട്ടാവും നമ്മളുടെ ഈ സഹകരണ സംഘത്തിന്റെ ഓഫീസ്. അത് വിജയകരമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. MLA എന്ന നിലയിൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിനും എന്നെ കൊണ്ട് പറ്റാവുന്ന നിലയിലുള്ള ഇടപെടലും സഹായം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നേരത്തെ അവിടെ തയ്യാറാക്കിയിട്ടുള്ള ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പിന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായി. സഹകരണ സംഘം പ്രസിഡന്റ് TS ഗോപി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ശങ്കരനാരായണൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ, ബോർഡ് മെമ്പർ PT ആന്റണി, സഹകരണ സംഘം സെക്രട്ടറി MR രമ എന്നിവർ സംസാരിച്ചു. നിലവിലെ ഭരണ കാലയളവിൽ തന്നെ 5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഇടത് സർക്കാരെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. അവണിശ്ശേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അവണിശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ പുതിയ സ്മാർട്ട് കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൽ നടപ്പിലാക്കുന്ന വളരെ ശ്രദ്ധേയമായ പരിപാടികൾ
ഈ നാടാകെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പിന് കേരളത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 4,995 പട്ടയങ്ങൾ വിതരണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായി നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4,995 പട്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭൂമി ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ച് ദീർഘകാലമായി കൈവശം വയ്ക്കുന്ന കേസുകളിൽ പോലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന 4,995 കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കേരള മോഡൽ ഉണ്ടായത് ഭൂപരിഷ്കരണം എന്ന ആശയത്തിലൂടെയാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ ഭൂപരിഷ്കരണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായതിനാൽ ഇതാണ് ലോകത്തിനു മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു നിർമ്മാണോദ്ഘാടന ചടങ്ങ്. CC മുകുന്ദൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ടൂറിസം ആൻഡ് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ്, CK സുനിൽകുമാർ, വാർഡ് മെമ്പർമാരായ KA പ്രദീപ്, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ T മുരളി, തഹസിൽദാർ T ജയശ്രീ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി CM ബാലസുന്ദരൻ എന്നിവർ സംസാരിച്ചു. ചാളൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതോത്സവം ചേർപ്പ് ക്ലസ്റ്റർ തല പരിപാടി നടന്നു. NSS ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ജീവിതോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് TV രതീഷ് അധ്യക്ഷനായി. എക്സൈസ് ചേർപ്പ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV രാജേഷ് മുഖ്യാതിഥിയായി. ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ R ശാലിനി ജീവിതോത്സവ പദ്ധതി വിശദീകരണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ EA ഷൈനി, സ്കൂൾ മാനേജർ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, MPTA പ്രസിഡന്റ് മെൽറ്റ ലിജോ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ക്ലസ്റ്ററിൽ വരുന്ന എല്ലാ സ്കൂളുകളിലെയും NSS പ്രോഗ്രാം ഓഫീസർമാരും വോളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു. NSS വോളണ്ടിയേഴ്സ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ ലഹരിവിരുദ്ധ ഓട്ടൻതുള്ളൽ അരങ്ങേറി. കാരമുക്ക് SNGS HSSലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരവും നടത്തി. 21 ദിവസം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇതോടെ തുടക്കമായി. ആനന്ദപുരം കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 1ാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. വലിയ പറമ്പ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. അഡ്വക്കേറ്റ് TM അശോകൻ മെമ്മോറിയൽ വിന്നേഴ്സ് റോളിംഗ് ട്രോഫിക്കും, തണ്ടിയേക്കൽ ചാക്കുണ്ണി മെമ്മോറിയൽ ക്യാഷ് അവാർഡിനും, തണ്ടിയേക്കൽ ത്രേസ്യാമ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ളതാണ് ടൂർണമെന്റ്. മണ്ണാർക്കാട് അഡീഷണൽ ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിപിൻ വെള്ളയത്ത് അധ്യക്ഷനായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി. ക്ലബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പർ NC രതീഷ്, വാർഡ് മെമ്പർ നിജി വത്സൻ, ഡോക്ടർ ടെന്നീസൺ ചാക്കോ, ജോളി ആന്റണി, കുമാരി ദീപ അശോകൻ, ക്ലബ്ബ് രക്ഷാധികാരി TV വത്സൻ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. സപ്തതി പിന്നിട്ട കളിമണ്ഡലം ചെയർമാൻ സദു ഏങ്ങൂരിന് ആദരവുമായി കളിമണ്ഡലം പ്രവർത്തകർ. സദു ഏങ്ങൂരിന്റെ വലപ്പാട് ചന്തപ്പടിയിലെ വസതിയിൽ വെച്ചായിരുന്നു ആദരം. സദു ഏങ്ങൂരും പത്നി ബീന സദാനന്ദനും ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. കളിമണ്ഡലം വൈസ് ചെയർമാൻ കിഷോർ കണാറ അംഗവസ്ത്രവും ജോയിന്റ് സെക്രട്ടറി KG കൃഷ്ണകുമാർ പൊന്നാടയും അണിയിച്ചു. ട്രഷറർ KR മധു ഉപഹാരം സമ്മാനിച്ചു. കളിമണ്ഡലം സെക്രട്ടറിയും കവിയുമായ K ദിനേശ് രാജ ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം അദ്ദേഹത്തിന് കൈമാറി. സംവിധായകൻ ശ്രീലാൽ, ശശികാന്ത്, ES സിബിൻ, ബീന സദാനന്ദൻ, ഗീത കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഊറ്
ഇതിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തെ പദ്ധതി പ്രകാരം 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണം നടന്നു. പെരിഞ്ചേരി AUP സ്കൂളിലായിരുന്നു പരിപാടി. വല്ലച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ചിലവഴിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.